അവാർഡ് തിളക്കത്തിൽ മമ്മൂട്ടിയും ഷംല ഹംസയും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി മമ്മൂട്ടിയും നടിയായി ഷംല ഹംസയും തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രഹ്മയുഗത്തിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ അവാർഡിന് അർഹനാക്കിയത്. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് അവാർഡ് ലഭിച്ചത്. മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചലച്ചിത്രം. മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരം മികച്ച സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തെരഞ്ഞെടുത്തു. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇത് 7ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത്. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയിലൂടെ മമ്മൂട്ടി വീണ്ടും സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് ആവേശപൂർവ്വമാണ് ആരാധകർ സ്വീകരിച്ചത്. മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി ഒരു സാമ്യവുമില്ലാത്തയാളാണ് പോറ്റി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയെ മികച്ച നടിയായി തെരഞ്ഞെടുത്തത്. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശത്തിന് ദർശന രാജേന്ദ്രനും ജ്യോതിർമയിയും, മികച്ച നടനുള്ള പ്രത്യേക പരാമർശത്തിന് ടൊവിനോ തോമസും ആസിഫ് അലിയും അർഹരായി. മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം. മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേമലു നേടി. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.